ഇറാൻ തീർന്നു. ഇനി വർഷങ്ങളോളം അവർക്ക് തിരിച്ചു വരാനാവില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ആഹ്ലാദ പ്രകടനം നടത്തിയ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ വലിയൊരു ഞെട്ടലിലാണ്. വെറും ആഴ്ചകൾക്ക് മുമ്പ് ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർത്തുവെന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വമ്പൻ അവകാശവാദങ്ങളെല്ലാം ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുന്നു. പശ്ചിമേഷ്യൻ മണ്ണിൽ വീണ യുദ്ധത്തിന്റെ കനലുകൾ പൂർണ്ണമായി അടങ്ങും മുമ്പേ തകർന്നടിച്ച ചാരത്തിൽ നിന്നും ആരും പ്രതീക്ഷിക്കാത്ത വേഗതയിൽ ആ സൈനിക യന്ത്രം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും അമ്പരപ്പോടെ പുറത്തുവിട്ട ആ അതീവ രഹസ്യ റിപ്പോർട്ടിന് പിന്നിലെ യഥാർത്ഥ സത്യം എന്താണ്? ഇറാനിൽ അണിയറയിൽ ഒരുക്കുന്ന ആ അടുത്ത വൻ നീക്കം ലോകത്തെ ഏത് രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. CNN പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഏപ്രിൽ ആരംഭിച്ച 6 ആഴ്ചത്തെ വെടിനിർത്തൽ കാലയളവിനിടെ തന്നെ ഇറാൻ ഡ്രോൺ നിർമ്മാണം പുനരാരംഭിച്ചിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണങ്ങൾ ഇറാന്റെ സൈനിക ശേഷിയെ വർഷങ്ങളോളം പിന്നോട്ടടിക്കുമെന്നായിരുന്നു ആദ്യം കരുതപ്പെട്ടത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അമേരിക്കൻ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട നിരവധി വൃത്തങ്ങൾ പറയുന്നത് ഇറാന്റെ സൈന്യം പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിലാണ് പുനർനിർമ്മാണം നടത്തുന്നത് എന്നതാണ്. ചില വിലയിരുത്തലുകൾ പ്രകാരം വെറും 6 മാസത്തിനുള്ളിൽ തന്നെ ഇറാന് പൂർണ്ണമായ ഡ്രോൺ ആക്രമണ ശേഷി തിരികെ നേടാനാകും. ഇത് വെറും സൈനിക പുനർനിർമ്മാണമല്ല, ഒരു രാഷ്ട്രീയ സന്ദേശവുമാണ്. ഞങ്ങളെ തകർത്തുവെന്ന് കരുതേണ്ട എന്ന ഇറാന്റെ മറുപടി പോലെയാണ് ഈ നീക്കങ്ങൾ കണക്കാക്കപ്പെടുന്നത്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ശേഷം തകർന്ന മിസൈൽ ലോഞ്ചറുകൾ, ഡ്രോൺ ഫാക്ടറികൾ, ആയുധ നിർമ്മാണ സംവിധാനങ്ങൾ എന്നിവ വേഗത്തിൽ പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാനികൾ എല്ലാ കണക്കുകൂട്ടലുകളെയും മറികടന്നു എന്നാണ് ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ തുറന്നു പറഞ്ഞത്. അതായത് അമേരിക്കൻ ഇന്റലിജൻസ് കരുതിയ സമയപരിധിയേക്കാൾ വേഗത്തിലാണ് ഇറാൻ തിരികെ വരുന്നത്. ഇതിൽ ഏറ്റവും വലിയ ആശങ്ക ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമാണ്. കാരണം ഇറാന്റെ ഡ്രോൺ ആക്രമണ ശേഷിയാണ് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ചിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ വൻ നാശനഷ്ടം വിതയ്ക്കാൻ കഴിയുന്ന ഷാഹിദ് പോലുള്ള ഡ്രോണുകൾ ഇതിനകം ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയവയാണ്. യുദ്ധം വീണ്ടും ആരംഭിച്ചാൽ മിസൈലുകളേക്കാൾ വേഗത്തിൽ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ ഇറാൻ തിരിച്ചടിക്കുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് മേഖലയിലെ കപ്പൽ ഗതാഗതത്തിനും ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ സൗകര്യങ്ങൾക്കും ഇത് വലിയ ഭീഷണിയാകാം. അതേസമയം തന്നെ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയും ഇറാന്റെ വേഗത്തിലുള്ള പുനർനിർമ്മാണത്തിന് പിന്നിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ചൈന ഇറാന് മിസൈൽ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങൾ നൽകുന്നത് തുടരുകയാണ് എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തലുകൾ പറയുന്നത്. നിലവിലുള്ള ഉപരോധങ്ങൾ കാരണം ഇത് പരിമിതമായിരിക്കാമെങ്കിലും യുദ്ധകാലത്ത് പോലും ഇറാന്റെ വിതരണ ശൃംഖല പൂർണ്ണമായി തകരാത്തതിന്റെ തെളിവായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയും അടുത്തിടെ ചൈന ഇറാന് മിസൈൽ നിർമ്മാണ ഘടകങ്ങൾ നൽകുന്നുവെന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ ചൈന ഈ ആരോപണങ്ങൾ അപ്പാടെ നിഷേധിച്ചു. അമേരിക്കൻ സൈനിക നേതൃത്വം പറയുന്നതും ഇന്റലിജൻസ് റിപ്പോർട്ടുകളും തമ്മിലുള്ള വൈരുദ്ധ്യവും ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. സെൻകോം മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ കോൺഗ്രസിൽ പറഞ്ഞത് അമേരിക്കൻ ആക്രമണങ്ങൾ ഇറാന്റെ പ്രതിരോധ വ്യവസായ അടിസ്ഥാനത്തിന്റെ 90% നശിപ്പിച്ചുവെന്നും അത് വർഷങ്ങളോളം പുനഃസ്ഥാപിക്കാനാവില്ല എന്നുമായിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നത് വർഷങ്ങളല്ല, മാസങ്ങൾ മാത്രം മതിയാകും എന്നതാണ്. അതായത് യുദ്ധത്തിന്റെ യഥാർത്ഥ ഫലത്തെക്കുറിച്ച് അമേരിക്കൻ സംവിധാനത്തിനുള്ളിൽ തന്നെ വ്യത്യസ്ത വിലയിരുത്തലുകൾ ഉണ്ട് എന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്. മറ്റൊരു ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കൻ ആക്രമണങ്ങളെ അതിജീവിച്ച് ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളിൽ പകുതിയിലധികവും ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചിലത് ആക്രമണ സമയത്ത് മണ്ണിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്നതാകാമെന്നും വെടിനിർത്തൽ കാലത്ത് അവ വീണ്ടും പുറത്തെടുക്കാനാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. ആയിരക്കണക്കിന് ഇറാനിയൻ ഡ്രോണുകളും ഇപ്പോഴും സജീവമാണ് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കൂടാതെ ഹോർമൂസ് കടലിടുക്കിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന തീരദേശ ക്രൂയിസ് മിസൈൽ സംവിധാനങ്ങളും ഭൂരിഭാഗവും കേടുകൂടാതെ തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണങ്ങൾ ഇറാനെ തകർത്തിട്ടില്ല, മറിച്ച് താൽക്കാലികമായി മാത്രം പിന്നോട്ടടിപ്പിച്ചുവെന്നാണ് ഇപ്പോഴത്തെ ചിത്രം വ്യക്തമാക്കുന്നത്. യുദ്ധം അവസാനിച്ച ഉടൻ തന്നെ പുനർനിർമ്മാണത്തിലേക്ക് ഇറങ്ങാനുള്ള ശേഷിയും പുറം രാജ്യങ്ങളുടെ പിന്തുണയും ദീർഘകാല ഉപരോധങ്ങൾക്കിടയിലും നിലനിന്ന പ്രതിരോധ വ്യവസായ സംവിധാനവും ഇറാനെ വീണ്ടും അപകടകാരിയാക്കുകയാണ്. ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: അമേരിക്കയും ഇസ്രായേലും വീണ്ടും യുദ്ധപാതയിലേക്ക് തിരിയുമോ എന്നത്. കാരണം ഈ റിപ്പോർട്ടുകൾ ഒരു മുന്നറിയിപ്പും കൂടിയാണ്. ഇറാനെ പൂർണ്ണമായി തകർത്തു എന്ന ആത്മവിശ്വാസത്തിലാണ് അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് വലിയ തെറ്റായ കണക്കുകൂട്ടലായേക്കാം. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഉപരോധങ്ങളും യുദ്ധങ്ങളും രഹസ്യ ആക്രമണങ്ങളും അതിജീവിച്ച ഒരു രാജ്യം വീണ്ടും ചാരത്തിൽ നിന്ന് ഉയർന്നു വരാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയുടെ അടുത്ത അധ്യായം ഇനി കൂടുതൽ അപകടകരവും അനിശ്ചിതത്വം നിറഞ്ഞതായിരിക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ലോകശക്തികളെ വേട്ടയാടുന്നത്.